വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല സിപിഐഎം എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു. നേതാക്കളും മന്ത്രിമാരും തുടർച്ചയായി മുഖ്യമന്ത്രി സ്തുതി നടത്തുന്ന സാഹചര്യത്തിലാണ് പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് ബിജെപിയും യുഡിഎഫും ആഗ്രഹിച്ചാലും അടുത്തെത്താനാകാത്ത അത്രയും ദൂരത്തിൽ സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു നേരത്തെ എം വി ഗോവിന്ദന്റെ പരാമർശം. വ്യക്തിപൂജയും ബിംബവത്കരണവും എന്നും എതിർക്കുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പച്ചയായ വ്യക്തിപൂജാ പരാമർശം നടത്തിയത് സിപിഎം കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, അതിന് അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, സൂര്യനാണ്. അന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. എം വി ഗോവിന്ദന്റെ മുഖ്യമന്ത്രി സ്തുതിയെ ഇ പി ജയരാജനടക്കമുള്ള നേതാക്കളും ശരിവച്ചിരുന്നു. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന് നേരത്തെ മന്ത്രി വി എൻ വാസവനും വിശേഷിപ്പിച്ചിരുന്നു. ഇത്തരം സ്തുതികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യക്തിപൂജ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. ന്യൂസ് 18 തിരുവനന്തപുരം. എം ടിയുടെ വിമർശനം തള്ളാതെ സിപിഐഎം. എം ടിയുടെ പ്രസംഗം വിമർശനം ആണ് എങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു എന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ഇവിടെയും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടെന്ന് നമ്മൾ കുറിച്ചു. പിണറായി വിജയനെ വേദിയിലിരുത്തി എം ഡി നടത്തിയ വിമർശനം സിപിഎമ്മിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിണറായി വിജയനും സർക്കാരിനുമെതിരെയാണ് എം ഡിയുടെ വിമർശനങ്ങളെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. എന്നാൽ 2003 എം ഡി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ഇതുവരെ സിപിഎം നേതാക്കളുടെ ശ്രമം. ലേഖനത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും വിമർശനമാണെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാതു കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സിപിഐഎം. 2003 എം ഡി ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് എ കെ ആന്റണിക്കെതിരായ വിമർശനമെന്ന് പറഞ്ഞില്ലെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു. അന്ന് അത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അന്ന് 2003 ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ. അത് ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പറയാം. ആരെയാ? ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിയെ സംബന്ധിച്ചും സിപിഎമ്മിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003 എ കെ ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. 2003 2023. ന്യൂസ് 18 തിരുവനന്തപുരം.